അതെ, ഒരൊറ്റ എണ്ണത്തിന് ഇതിനകത്ത് കണ്ടുപോരുത്. പുറത്തിറങ്ങടാ. നിർത്ത്. ഇതേ എന്റെയും മുത്തശ്ശിയുടെയും കൂടെ വീടാ. ഇവിടെ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഞങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ അയാളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. കാണണോ? എല്ലാരും തൊഴുതോ? വാ ഇരിക്ക്. ഇരുന്നോ ഇരുന്നോ. തുടങ്ങാം. എന്തുവാടി ഇവിടെ ഒരാൾക്കൂട്ടം? ആരെങ്കിലും ചത്തോ ഇവിടെ? അറിയില്ല മുത്തശ്ശി, നോക്കാം. എന്തായാലും നന്നായി. നമ്മുടെ പ്രതാപം കാണാനേ നാട്ടുകാര് കുറച്ചിവിടെ ഉള്ളത് നല്ലതാ. നീ വാ. നീ എന്തിനാ വന്നേ? എന്താ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? ഇത് നരകമാണ്, സ്വർഗത്തിൽ പോയി ജീവിക്കാൻ പോവാന്നല്ലേ പറഞ്ഞത്. സ്വർഗത്തിൽ തന്നെയാ ജീവിക്കുന്നത്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അയ്യോ, ഇത് നമ്മുടെ സുകുമാരി മുത്തശ്ശിയല്ലയോ? ഇത് എന്തൊരു കോലോ ഇത്? എന്താടാ നിനക്ക് കണ്ടിട്ട് പിടിച്ചില്ലേ? നീ പണ്ട് കണ്ടിരുന്ന ചാവാലിയായ സുകുമാരിയല്ല. ഞാനേ സിനിമാ പ്രൊഡ്യൂസറാ. ഏത് സിനിമാ പ്രൊഡ്യൂസർ? കോടിക്കണക്കിന് രൂപ വാരിയെറിഞ്ഞ് സിനിമ നിർമ്മിക്കുന്നവൾ. മനസ്സിലായേ? അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് ഇപ്പോഴാ മനസ്സിലായത്. നിർത്ത. എന്ത് കണ്ടിട്ടാ നീയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നേ? നീയൊക്കെ ഈ ജന്മം മുഴുവൻ വിചാരിച്ചാലും സുകുമാരി ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥാനത്ത് എത്താൻ പറ്റില്ല. നിനക്കൊക്കെ അതിന്റെ അസൂയ കാണുമെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഇതെന്താ നിങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്? ഞങ്ങളുടെ പിള്ളേര് രാധിമോളുടെ അടുത്ത് സംഗീതം പഠിക്കുക. ഞങ്ങൾ അതിനുവേണ്ടി വന്നാ. അപ്പൊ ഇവിടെ സംഗീത ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പൊ പിന്നെ അത് ഇന്ന് തന്നെ അവസാനിപ്പിക്കണമല്ലോ. വേണം. നീ വാ. അമ്മേ, അമ്മ അവിടെ നിന്ന് അകത്ത് കുട്ടികൾ പഠിച്ചോണ്ടിരിക്കുക. എന്റെ ചില സാധനങ്ങൾ ആ മുറിയിൽ ഇരിപ്പുണ്ട്. അല്ലാതെ അവളുടെ കൊരവള്ളി പൊട്ടി പാടുന്നത് കേൾക്കാൻ വന്നതല്ല ഞാൻ. എന്താടാ, അതെടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അമ്മേ, അമ്മ എന്തിനാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങോട്ട് വന്നത്? രാധിക മോള് മ്യൂസിക് ക്ലാസ് തുടങ്ങിയത് അവൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഈ പാട്ട് ക്ലാസ്സും ആളുകൾക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലുമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുക എന്റെ മോള്. ദയവ് ഇത് ഉപദ്രവിക്കരുത്. ഓ, മ്യൂസിക് ക്ലാസ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ എന്ന് പറഞ്ഞ കാറ്ററിംഗ്. മുത്തശ്ശി, മിക്കവാറും കുറച്ചു ദിവസത്തിനുള്ളിൽ നമ്മുടെ മുകളിലെത്താനുള്ള സാധ്യതയുണ്ട്. ഗംഭീര ബിസിനസ് അല്ലേ നടത്തുന്നേ? എന്ത് തുടങ്ങിയിട്ട് എന്താ കാര്യം മോളെ? നമ്മളെ നോക്കി വായും പൊളിച്ചിരിക്കാന്നല്ലാതെ ഇവളെ കൊണ്ടൊക്കെ എന്തിനു കഴിയും? നീ വാടി മോളെ. എന്തോ എടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്, എടുത്തു പോട്ടെ. നിങ്ങളതൊന്നും കാര്യാക്കണ്ട കേട്ടോ. തിരുമേനിയുടെ അമ്മയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല.
ഇത് റാപ്പ് മ്യൂസിക്കാ. ഈ കാലത്ത് ആരെങ്കിലും ശാസ്ത്രീയ സംഗീതം പഠിക്കോ? വേണമെങ്കിൽ ഇതൊക്കെ കേട്ട് പഠിക്കണ പിള്ളേരെ. ദേ പിള്ളാരെ, ഇതൊക്കെ കേട്ടു പഠിച്ചാലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ. അല്ലാതെ സാപ്പാന്നും പറഞ്ഞ് തൊണ്ട കീറിക്കൊണ്ടിരുന്നാലേ ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. മുത്തശ്ശി, ദയവ് ഇത് ഉപദ്രവിക്കരുത്. ആ, സംഗീതം ദൈവികമായിട്ടുള്ള ഒരു കലയാ. അതിനെ അപമാനിക്കരുത്. ഈ കുട്ടികൾ പഠിച്ചോട്ടെ. പ്രിയ, അവൻ ഓഫ് ചെയ്തേ. മക്കളിങ്ങോട്ട് ശ്രദ്ധിച്ചോ. സാ പാ ഡാ ചെറുക്ക, നീ ഏതാടാ? ഞാൻ രംഗന്റെ മോന. ഏത് രംഗൻ? ആ, കള്ളൻ രംഗന്റെ. അയ്യോടി മോളെ, സംഗീതം പഠിക്കാൻ വന്നവനെ കണ്ടോ? കള്ളൻ രംഗന്റെ മോൻ. അതെ, ഒരൊറ്റ എണ്ണത്തിന് ഇതിനകത്ത് കണ്ടുപോരുത്. പുറത്തിറങ്ങടാ. പ്രിയ, നിർത്ത്. ഇതേ എന്റെ മുത്തശ്ശിയുടെയും കൂടെ വീടാ. ഇവിടെ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഞങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ അയാളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും. കാണണോ? എന്തോന്നാടി നോക്കിയിരിക്കുന്നേ? എണീക്കടി. എണീക്കടി. പറഞ്ഞ അമ്മേ, എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ വീട്ടിൽ പാട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അത് അമ്മയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? ഇവൾ ഇങ്ങനെ ഒരു ക്ലാസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയണ്ടേ? എന്നോട് അനുവാദം വാങ്ങിക്കണ്ടേ? അത് ചെയ്തോ നീ? അമ്മ, കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നീ ആളുകളോട് ബഹുമാനം കാണിക്കുന്നെങ്കിൽ കാണിച്ചോ, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല.